ചിലരുടെ മുണ്ട് പോക്കി നോക്കിയാൽ അവരെ ആരാണെന്ന് അറിയാൻ പറ്റും ഇല്ലേ? അതിന് സമാനമായ കാര്യമല്ലേ സജി ചെറിയാൻ പറഞ്ഞ്. ഫ്ലാഷ് ബാക്ക്. സതീശനെ 52 വെട്ടുവെട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോഴെന്താണ് ഈ വർഗീയ കൊടിസുനിമാരെ ഇറക്കി അവരെ സതീശനെ ആക്രമിക്കാനാണ് CPM നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ രണ്ടുപേരും വശംവദരായി എന്നുള്ളതാണ് നമ്മളിത് കണ്ടത് ഇല്ലേ? ചോദിക്കുന്നവർ വരെ നാണിച്ചുപോയി. ഊളംപാറയിൽ വിടേണ്ടയാൾ പന്നൻ ഉപ്പൂപ്പ വന്നാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മറ്റൊരാൾ പറയുന്നത് കയറൂരി വിട്ടിരിക്കുന്നു, അയാളെ ഇങ്ങനെ വിട്ടാൽ കോൺഗ്രസിന്റെ തലയ്ക്ക് അടി കിട്ടും. ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ സണ്ണി ജോസഫിനൊപ്പം നിയമസഭയിലുള്ള ഇവർ തന്നെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. നല്ല ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതൊരു തറ പരിപാടിയായി പോയി. കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു ഇളിച്ച ചിരിച്ചിരിക്കുകയും നട്ടലിനോടുകൂടി അതിന് മറുപടി പറയാൻ പോലും കഴിവില്ലാത്ത KPCC പ്രസിഡന്റാണുള്ളത്. തങ്ങളുടെ ഒരു നേതാവിനെ റോഡിലിട്ട് പട്ടി അടിക്കുന്ന മാതിരി വാക്കുകൊണ്ടാണെങ്കിലും അടിക്കുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ ഭാരവാഹികൾ എന്ത് ചെയ്യുകയാണ്? ഈ പണി നിർത്തി പോകുന്നതല്ലേ അവർക്ക് നല്ലത്? അല്ല അബ്ജോദെ, ഈ മൂത്ത കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ മിണ്ടുവോ? ഞാനതല്ലേ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനോടാണ് ഇന്ന് ഈ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അയാളുടെ നാക്കിൽ നിന്ന് ഞങ്ങൾ ഈ പ്രസ്താവനയോട് അനുകൂലിക്കുന്നില്ല എന്ന് പോലും പറയണ്ടേ? അയാൾ എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? അയാൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് യാതൊരു നിലപാടുമില്ലേ? അപ്പോൾ ഈ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ പാർട്ടിയിലെ പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വർഗീയതയ്ക്കെതിരായ നിലപാട്, അല്ലാതെ അയാൾ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, വർഗീയതയ്ക്കെതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ സമുദായ സംഘടനാ നേതാക്കന്മാർ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. ഒന്നത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സംഘം തോക്കാൻ പോവുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വക്കാലത്തെടുപ്പിക്കുക. 2026 കാലം. ഈ കാലത്ത് ഇങ്ങനൊരു ഭാഷയെ സംസാരിക്കുന്ന ഒരു വക്കാലത്തുകാരനെ CPM എന്ന് പറയുന്ന പാർട്ടിയും പിണറായി വിജയൻ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോവുകയുള്ളൂ ആ പാർട്ടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?